സർവശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ, എന്നാൽ ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബന്യനായ ഏലിയാവ് ആബാഹിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞതല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന ഏലിയാവിൻ്റെ വാക്കു കേട്ടപ്പോൾ ആഹാബ് വിറച്ചുപോയി. ആരും പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾക്ക് മേലാണ് ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ആത്മീയ ബലഹീനനായ യഹൂദയിൽ വാണ രാജാവ് ഒമ്രിയുടെ മകനാണ് ആഹാബ്. പരമദുഷ്ടനായ ആഹാബ് ഭരണം തുടങ്ങിയപ്പോൾ ഏകനായി ദൈവസന്നിധിയിൽ ധീരനായ പ്രവാചകൻ ഏലിയാവ് രംഗപ്രവേശനം ചെയ്തു. ഏലിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ എൻ്റെ ദൈവം. യോർദാൻ നദിയുടെ കിഴക്ക് ഗിലെയാദ് ദേശത്തെ തിഷ്ബിയിൽ തൻ്റെ പ്രവർത്തനം തുടങ്ങി. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ അതിന് അവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. എലീശ ഏലിയാവ് പറഞ്ഞതുപോലെ തന്നെ പറയുന്നു. ഇസ്രായേലിൻ്റെ അയൽ രാജ്യമാണ് ആരാം. ആരാം സിറിയ. അപ്പോൾ സിറിയയിലെ സേനാനായകൻ നയമാൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ, ആരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയിരുന്നു. അവൾ തൻ്റെ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. എബ്രായ പെൺകുട്ടി നയമാൻ്റെ കുഷ്ഠരോഗത്തിൻ്റെ കാര്യം നയമാൻ്റെ ഭാര്യയോട് പറഞ്ഞു. എലീശ പ്രവാചകൻ്റെ അടുത്ത് ചെന്നാൽ കുഷ്ഠരോഗത്തിന് സൗഖ്യം വരുമെന്ന് പെൺകുട്ടി അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ എലീശ പ്രവാചകൻ മുമ്പ് കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തിയിട്ടില്ല. എബ്രായ പെൺകുട്ടി എലീശയെ കണ്ടിട്ട് പോലുമില്ല. കേട്ടറിവേ ഉള്ളൂ അവളുടെ വിശ്വാസം. അപ്പം സൗഖ്യം പ്രാപിക്കാതെ നയമാൻ തിരിച്ചു വന്നാൽ പെൺകുട്ടിയെ ദാരുണമായി കൊന്നെന്നും വരാം. ഹല്ലേലൂയ. ഇറാനിൽ ആയത്തുള്ള ഖൊമേനി നിസ്സാര കാര്യങ്ങൾക്ക് സ്ത്രീകളെയും നാട്ടുകാരെയും വധിക്കുകയും പീഡിപ്പിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ നയമാൻ്റെ പരിപാടിയെല്ലാം ഇതുപോലെ തന്നെയാണ്. എന്നാൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം
അതിൻ്റെ 14-ാം വാക്യത്തിൽ യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി, അവൻ ശുദ്ധനായി തീർന്നു. 15-ാം വാക്യത്തിൽ പിന്നെ അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷൻ്റെ അടുക്കൽ മടങ്ങി വന്ന് അവൻ്റെ മുമ്പാകെ നിന്നു. ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവം ഇല്ല എന്നു ഞാൻ ഇപ്പോൾ അറിയുന്നു. ഹല്ലേലൂയ. ഉടൻ സന്തോഷത്താൽ മതിമറന്ന നയമാൻ വിലയേറിയ പാരിതോഷികങ്ങൾ പ്രവാചകന് നൽകി. എങ്കിലും എലീശ നിരസിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സമ്മാനങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഉതകുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവിടുത്തെ വാക്യത്തിൽ പ്രധാനമായി പറയുന്നത് ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവം ഇല്ല എന്ന് നയമാൻ്റെ വാക്കുകളാണ്. ഹല്ലേലൂയ. പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത്. അപ്പോൾ ഇസ്രായേലിലെ ദൈവം തന്നെയാണ് ഒറിജിനൽ സത്യ ദൈവമെന്ന് ഈ വാക്യത്തിൽ നമുക്ക് ഹല്ലേലൂയ തെളിയിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവം സത്യദൈവം തന്നെയാണ്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്. കാറ്റിനെ ആശ്രയിച്ച് ഓടുന്ന പായ്ക്കപ്പലുകൾ കേത്രയിൽ നിന്നും ഇറ്റലിയിലേക്കുള്ള പൗലോസിൻ്റെ ക്രിസ്തു യേശുവിൻ്റെ സുവിശേഷ യാത്ര. ഹല്ലേലൂയ. കൊടുങ്കാറ്റ്, കടൽ ചൊരുക്ക്, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. എന്നാലും രാത്രിയിൽ ദൈവദൂതൻ പ്രത്യക്ഷനായി എല്ലാവരും സുരക്ഷിതരായി റോമിൽ എത്തിച്ചേരുമെന്ന് പൗലോസിനോട് അറിയിച്ചു. കപ്പൽ തകരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നാൽ എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇത് കേൾക്കുന്ന ജനമേ, ഭയപ്പെടേണ്ട. ക്രിസ്തു യേശു നമ്മോടുകൂടെയുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളിൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. നമുക്ക് സമസ്വഭാവമുള്ള പ്രവാചകന്മാർ, മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. എന്നാൽ ഇസ്രായേലിലെ ബാലിൻ്റെ 450 പ്രവാചകന്മാരെ വെട്ടി കൊല്ലുവാൻ ഏലിയാവ് ധൈര്യം കാണിച്ചു. വ്യാജന്മാർ ഇസബെലിൻ്റെ ഭീഷണി കേട്ടപ്പോൾ ഓടി ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിക്കുവാൻ ശ്രമിച്ചു. ദൈവം താങ്ങി. അപ്പോൾ നമുക്ക് സമസ്വഭാവമുള്ള സത്യസന്ധരായ പ്രവാചകന്മാർ ഉണ്ടാകട്ടെ. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ
യഹോവയാണേ, നടത്തേണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.